കേരളത്തിലേക്ക് വീണ്ടും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം. പെരുമ്പാവൂരിൽ പിടിയിലായ ബംഗ്ലാദേശി യുവതി തസ്ലീമയെ ചോദ്യം ചെയ്യുന്നു. ATSഉം IBയുമാണ് ചോദ്യം ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ബോട്ടിൽ കേരളത്തിലെത്തി എന്നാണ് മൊഴി. ജിജീഷ് കരുണാകരൻ ചേരും വിവരങ്ങളുമായി. ജിജീഷ്, എങ്ങനെ ഇവർ കേരളത്തിലെത്തി എന്നറിയുന്നു? വന്ന വഴി, ഒപ്പം ഇവരെവിടെ താമസിച്ചിരുന്നു, ഇവരുടെ നടപടികളെ, പ്രവർത്തികൾ എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും ഒരു വിശദമായ അന്വേഷണം നടന്നുവോ? വീണ, ഇപ്പൊ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമ്പോൾ ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ജൂലൈയിലാണ് ഇവർ ഇന്ത്യയിലേക്ക് എത്തിയത്. ആദ്യം കൊൽക്കത്തയിലാണ് തസ്ലീമയും ഒപ്പം തന്നെ ഒരു സുഹൃത്തും ഇവിടെ എത്തിയത്. ഇവർ 3 പേരുണ്ടായിരുന്നു. അതിലൊരു പുരുഷനും 2 സ്ത്രീകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ പുരുഷൻ കൊൽക്കത്തയിൽ തന്നെ താമസമാക്കി, അവിടെ തന്നെ താമസമാക്കിയതിനൊപ്പം തന്നെ മറ്റ് 2 പേരും ട്രെയിൻ മാർഗം ബംഗളൂരിലേക്ക് തിരിക്കുന്നു. അതിലൊരാളാണ് തിരിച്ച് വീണ്ടും കേരളത്തിലേക്ക് വരുന്നത്. തസ്ലീമയാണ് വരുന്നത്. ഇവിടെ ഒരു സുഹൃത്തിനൊപ്പം താമസിക്കുകയായിരുന്നു. ഈ സുഹൃത്തിന്റെ രേഖകളും അന്വേഷണ സംഘങ്ങൾ പരിശോധിച്ചു, പോലീസ് പരിശോധിച്ചു. ഇതും വ്യാജമാണ് എന്നൊരു വിവരം തന്നെയാണ് പ്രാഥമികമായ പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. കൂടുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. കാരണം സംസ്ഥാനത്ത് വലിയ തോതിൽ തന്നെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം നടക്കുന്നതിന്റെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട IB റിപ്പോർട്ടുകളൊന്നും തന്നെ ഗൗരവത്തിലെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. നേരത്തെയും നിരവധി ബംഗ്ലാദേശികൾ പെരുമ്പാവൂർ, ആലുവ മേഖലകളിൽ നിന്ന് പിടിയിലായിട്ടുണ്ട്. അതിലധികം ആളുകൾ നുഴഞ്ഞുകയറി ഇപ്പോഴും വ്യാജ രേഖകളിൽ ഇവിടെ താമസിക്കുന്നതിന്റെ വിവരങ്ങളും എല്ലാം പുറത്തു വന്നിരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് ഒരു യുവതി പിടിയിലായിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ IB ചോദ്യം ചെയ്യുന്നുണ്ട്. സംസ്ഥാന ATS കൂടെ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കിടക്കുന്നു. കൂടുതൽ പേർ ഇവർക്കൊപ്പം കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, വലിയ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായിട്ടാണോ എത്തിയത്, ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ വന്നതിന്റെ ഒരു ഉദ്ദേശമായിരുന്നു എന്നെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്.